ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിത്തിര ലോങ് ലീവ് എടുക്കാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട്, ചിത്ത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, പക്ഷേ നീ ലോങ് ലീവ് എടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നു. അച്ഛമ്മയുടെ ഈ അസുഖം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് വേണം, അച്ഛമ്മയെ നോക്കാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ലല്ലോ എന്ന് ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും നിനക്ക് എന്ത് സഹായത്തിന് ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് കുട്ടികൾ പറയുന്നു. നിങ്ങൾ എനിക്ക് സഹായം ചെയ്യണം, അത് എല്ലാ ആഴ്ചയിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരണം, അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛമ്മയെ വിട്ടു പിരിയാനായിട്ട് സാധിക്കത്തില്ല. അച്ഛമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കാഴ്ച നഷ്ടപ്പെടാം, അതുകൊണ്ട് ഞാൻ അച്ഛമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നു. ഓപ്പറേഷനുള്ള പണത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് കുട്ടികൾ ചോദിക്കുമ്പോഴത്തേക്കും അതിനുള്ള വഴി ദൈവം കാണിച്ചു തരുമെന്ന് ചിത്തു പറയട്ടോ ചെയ്യുന്നത്. പിന്നീട് വഴിയിലൂടെ പോകുമ്പോൾ ഒരാളെ കാണുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഫോണൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് വിളിക്കാനാണെന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് അയാൾ ഫോൺ കൊടുക്കുന്നു. ചിത്തിര അങ്ങനെ മല്ലികാമ്മയുടെ തയ്യൽ കടയിൽ രാധാമണി ആട്ടോ വിളിക്കുന്നത്. അപ്പം മല്ലികാമ്മ എന്ന് പറഞ്ഞു, രാധാമണി ഇതേ ഫോൺ അടിക്കുന്നു എന്ന് പറയുന്നു. രാധാമണി ഫോൺ എടുക്കുമ്പോൾ ചേച്ചി ഞാൻ ചിത്തിരയാണെന്ന് പറയുന്നു. അച്ഛമ്മ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് മോളെ, കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട, ഞാൻ വിളിച്ച കാര്യം അച്ഛമ്മ അറിയണ്ട, എനിക്ക് ചേച്ചി അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ചേച്ചിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രാധാമണി ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ചേച്ചിയോട് നേരിട്ട് പറയാം, ഞാൻ ദേ തയ്യക്കടയുടെ ബാക്കിൽ നിൽക്കാം, ചേച്ചി അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ രാധാമണി മല്ലികാമ്മയോടും മറ്റും പറഞ്ഞിട്ട് ഇറങ്ങാട്ടോ ചെയ്യുന്നത്. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ രാധാമണി, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. ആരാ വിളിച്ചതെന്ന് ചോദിക്കും. മോനാണെന്ന് രാധാമണി. ചുമ്മാ കള്ളം പറയല്ലേ, മോനോ മോളെന്നല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ എങ്ങനെ മോനാവുന്നേ? അല്ല, മോൻ്റെ കൂടെ മോളും ഉണ്ടായിരുന്നു, പിന്നെ നിനക്കതിനൊരു മോൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അനിയത്തിയുടെ മകളാണെന്ന് പറയാട്ടോ ചെയ്യുന്ന രാധാമണി. എന്തോ ഒരു കള്ളത്തരവും ഉണ്ട്. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരവും ഇല്ല, നിങ്ങളിരുന്ന് ജോലി ചെയ്യും, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് രാധാമണി കടയുടെ ബാക്കിലേക്ക് ചിത്തിരെ കാണാൻ വേണ്ടി പോകുന്നു. മല്ലികാമ്മയും മറ്റുള്ള ജോലിക്കാരും കൂടെ പറയാട്ടോ ചെയ്യുന്നത്. രാധാമണിയുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നില്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരി തന്നെയാണ്, ഞാൻ ശ്രദ്ധിച്ചു, കോളിൽ ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ ചെയ്യുന്നത്. പിന്നീട് രാധാമണി ഓടി വരികയാണ് ചിത്തിര എടുക്കൽ. എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടണം ചേച്ചി, ഇപ്പം ഇനി അച്ഛമ്മയ്ക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? പറഞ്ഞു വിടാനോ? എന്തിന് എന്നിങ്ങനെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതേ ചേച്ചി, അച്ഛമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്, ട്യൂമറാണ്, അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് ഈ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ തന്നെ രാധാമണി അങ്ങ് ഞെട്ട് കേട്ടോ ചെയ്യുന്നു. ട്യൂമറോ എന്ന് പറയുന്നു. കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഒരു ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. എന്നാൽ കാഴ്ചശക്തി നല്ലതുപോലെ വേണ്ട ഒരു ജോലിയല്ലേ തയ്യല്, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛമ്മയെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് അച്ഛമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയുന്നു. അയ്യോ മോളെ, ഞാൻ എങ്ങനെ മല്ലികാമ്മയോട് പറയും ഇവിടെ വരാനായിട്ട് പാടില്ല എന്ന്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പിന്നെ മല്ലികാമ്മയും തമ്മിലുള്ള ബന്ധമല്ലേ ഇല്ലാതെയാവുന്നത്, ഞങ്ങൾ തമ്മിൽ അത്ര ഉച്ച ബന്ധത്തിലല്ലേ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറഞ്ഞു, ചേച്ചി അത് ചെയ്തേ പറ്റുള്ളൂ, അച്ഛമ്മയുടെ ജീവൻ ഇപ്പോൾ രക്ഷിക്കണം, അച്ഛമ്മയ്ക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമാണ്, ഞങ്ങൾ വിചാരിക്കുന്നത് അച്ഛമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയാതെ ഓപ്പറേഷന് കൊണ്ടുപോകണമെന്നാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നു. അത് മോള് പറഞ്ഞത് ശരിയാ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് രാധാമണി തയ്യക്കടയിലേക്ക് വരിക. അപ്പോൾ ഉടനെ മല്ലികാമ്മ ചോദിക്കുന്നു, എന്ത് കള്ളത്തരമായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെങ്കിലും മല്ലികയ്ക്ക് എന്താണെന്ന് തിരിച്ചടിക്കാട്ടോ ചെയ്യുന്ന രാധാമണി. എന്താ രാധാമണി പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് മല്ലികാമ്മ ചോദിക്കുമ്പോഴത്തേക്കും രാധാമണി പറയുന്നുണ്ട്, മല്ലികയെ പറയുന്നുണ്ടൊന്നും തോന്നരുത്, ഇവിടെ കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ വന്നായിരുന്നു, മല്ലിക തയ്ക്കുന്ന തുണികളൊന്നും ഇപ്പോൾ അത്ര കൊള്ളത്തില്ല എന്നും നല്ല രീതിയിലുള്ള തയ്യലൊന്നും ഇല്ല എന്നുമാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുന്നു. അതെന്താ രാധാമണി ഇപ്പം അങ്ങനെ പറയുന്നത്? ഞാൻ ഇത്രയും നാൾ ഇവിടെ തയ്ച്ചപ്പോൾ ഒരു പരാതിയും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ പെട്ടെന്നൊരു പരാതി വന്നെന്ന് പറയട്ടോ ചെയ്യുന്നത്. പരാതി വന്നു എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ ഉടനെ അതിനിപ്പോൾ ഞാനിനി എന്ത് വേണമെന്ന് രാധാമണി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഇനി മല്ലിക ഇവിടെ ജോലിക്ക് വരണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്താ രാധാമണി ഈ പറയുന്നത്? ഞാൻ ഇവിടെ കൊണ്ടല്ലേ കഴിയുന്നത്, പണ്ട് ഞാൻ നല്ല രീതിയിൽ തയ്ക്കുമായിരുന്നായിരുന്നല്ലോ രാധാമണി പറഞ്ഞുകൊണ്ടിരുന്നത്, പെട്ടെന്ന് എന്താ രാധാമണി ഇങ്ങനൊരു മാറ്റം? ഞാൻ വന്ന സമയത്ത് രാധാമണി തയ്യൽ അറിയാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഒരു സൂചി നൂലും എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു അത് കോർക്കാനായിട്ട്. ഞാനത് കോർത്ത് കഴിഞ്ഞപ്പോൾ രാധാമണി എൻ്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു പറഞ്ഞു, ഞാൻ നല്ലതുപോലെ തയ്ക്കുന്ന ആളാണെന്നും ഞാൻ നല്ലൊരു തയ്യൽക്കാരിയാണെന്നും. എന്നിട്ട് പെട്ടെന്ന് എന്താ രാധാമണി ഇങ്ങനെ പറയുന്നത്? ഈ കടയുടെ ഐശ്വര്യം ഞാനാണെന്നും ഒക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അപ്പോഴല്ലേ. ഇപ്പോഴേ ഞാൻ പറയുന്നു, മല്ലിക ഇനി ഇവിടെ വരണ്ട, മല്ലികയ്ക്ക് ഇവിടെ ജോലിയില്ല, എനിക്ക് വയ്യ ഇങ്ങനെ പരാതി കേൾക്കാനായിട്ട്. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഇനി മല്ലികാമ്മ കുറേ നാളിന് ശേഷം
ഇപ്പോഴല്ലേ തിരിച്ചു വന്നേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഇപ്പോൾ പറയുന്നത്, എന്ത് കംപ്ലൈൻറ്റ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, വഴക്കൊന്നും വേണ്ട, ഞാൻ പോകണം, അതല്ലേ വേണ്ടു, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ രാധാമണി മറക്കരുത് കേട്ടോ പഴയ കാര്യങ്ങളൊന്നും, എന്നെ നീ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതും മറക്കരുത്, നീ എന്തൊക്കെ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തയ്യലിനെ പറ്റി പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. ഇവിടം കൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നതെന്നും പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നോളാം, ആരും എൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട, രാധാമണി നിനക്ക് നല്ലത് വരട്ടെ, എല്ലാം നീ ഇപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ ബാഗും തൂക്കി അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും രാധാമണിയുടെ ചങ്ക് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധാമണി ആകെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിത്തിര പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പിന്നീട് റോഡിലൂടെ മല്ലികാമ്മ പദം പെറുക്കി നടക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ തയ്ക്കുന്നത് കൊള്ളൂലാന്ന്, ഇത്രയും നാളും ഒന്നും ആർക്കും ഒരു പരാതിയില്ലായിരുന്നു, പെട്ടെന്ന് ഒരു പരാതി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് അവിടെയുള്ള ജോലിക്കാർ ചോദിക്കുന്നു, എന്നാലും മല്ലികാമ്മയുടെ രാധാമണി ചെയ്തത് വളരെ മോശമായി, എന്നാലും ഈ കാണിച്ചത് കഷ്ടമായി പോയിന്ന് അവിടെയുള്ള ജോലിക്കാർ പറയുമ്പോൾ ഞാനല്ല ഇതൊന്നും ചെയ്തത്, എന്നോട് ആർക്കും ഒരു ദേഷ്യം തോന്നുന്നത്, എന്നെ വെറുക്കരുത്, ചിത്തിരയാണ് പറഞ്ഞത് എന്നോട് ഇങ്ങനെ ചെയ്യാനായിട്ട്, മല്ലികാമ്മയ്ക്ക് ഒരു അസുഖം, ആ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണം, ഒരു ഓപ്പറേഷനും വേണം, അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തെന്ന്. അയ്യോ മല്ലികാമ്മയ്ക്ക് അസുഖമോ, എന്ത് അസുഖം, അവർ നല്ലൊരു സ്ത്രീ ആയിരുന്നില്ലേന്ന് അവിടെ നിൽക്കുന്നവർ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അത് അസുഖം മാറുമോ ചേച്ചി എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ രാധാമണി. അതെല്ലാം മാറും, അതിനുള്ള വഴിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. പിന്നീട് മഹേഷും ചിത്തിരയും കൂടെ ഡോക്ടറെ കാണാൻ വരികയാണ് ചെയ്യുന്നത്, മല്ലികാമ്മയുടെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടിട്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ, ഓപ്പറേഷൻ എന്ന് നടത്താമെന്ന് തീരുമാനിച്ചു ചോദിക്കുന്നില്ല, പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് നടത്താമെന്നും മഹേഷ് പറയാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നടത്തണം, ഇല്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് തന്നെ വേഗം വേണമെന്നും ഡോക്ടർ പറയാട്ടോ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിനെ അറിയിച്ചോന്ന് ചോദിക്കുന്നു. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ അച്ഛമ്മ അതിനൊന്നും തയ്യാറാവത്തില്ലെന്നും പറഞ്ഞു. അയ്യോ പിന്നെ എങ്ങനെയാണ് മരുന്നും മറ്റു കാര്യങ്ങളും കഴിക്കുക, ഇപ്പോൾ ടാബ്ലറ്റുകളെ പറ്റിയിട്ടൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്താൽ എന്തിനാണ് കഴിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും, അങ്ങനെയൊന്നും പറ്റിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയെങ്കിലും മരുന്ന് കൊടുത്തോളാം എന്ന് ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അച്ഛമ്മയോട് പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നു, അച്ഛമ്മയ്ക്ക് വേണ്ടി 1 രൂപ പോലും മുടക്കാനായിട്ട് അച്ഛമ്മ തയ്യാറാവത്തില്ലെന്നും അതുകൊണ്ട് തന്നെ ഓപ്പറേഷനും മറ്റും വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ കാര്യങ്ങൾ, എന്നാൽ പിന്നെ പറയണ്ട, നിങ്ങളെന്നാൽ പൈസ പെട്ടെന്ന് തരപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താനുള്ള തീയതി കുറിക്കാനായിട്ട് പറയാട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യാമെന്ന് ഡോക്ടറിനോട് മഹേഷും ചിത്തിരയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഡോക്ടർ ആ മരുന്നുകളെല്ലാം എടുത്ത് ചിത്തിരയുടെ മഹേഷിനെയും കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് കഴിക്കണമെന്നും മരുന്ന് മുടക്കാൻ പാടില്ല എന്നും ഡോക്ടർ പറയുന്നു. കഴിപ്പിച്ചോളാമെന്ന് ചിത്തിരയും മഹേഷും പറയാട്ടോ ചെയ്യുന്നത്. എന്ത് ചെയ്യും മാമ ഇനി നമ്മളെന്ന് ചോദിക്കുന്നുണ്ട് ചിത്തിര. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണ്ടേ, മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാം ദൈവം കാണിച്ചു തരുമായിരിക്കും മാമ എന്ന് ചിത്തിര തിരിച്ച് പറയാം. പിന്നീട് നേരെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും മല്ലികാമ്മ അവിടെ വിഷമിച്ചിരിക്കുന്ന കാണുക കേട്ടോ ചെയ്യുന്ന ചിത്തിര. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര ചോദിക്കുന്നത്, എന്ത് പറ്റി അച്ഛമ്മ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല ആൾക്കാർ, അവർ എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ മറ്റൊന്നാന്ന് പറഞ്ഞു. എന്താ അച്ഛമ്മേ കാര്യമെന്ന് ചിത്തിര ഒരു ഭയത്തോടു കൂടി ചോദിക്കുന്നു. ഇനി രാധാമണി ചേച്ചി വല്ല എൻ്റെ പേര് പറഞ്ഞോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, എന്നെ പണിയിൽ നിന്ന് പറഞ്ഞു വിട്ടു മോളെ എന്ന് പറയട്ടോ ചെയ്യുന്നത്. അത് പറഞ്ഞു വിട്ടതിൽ എനിക്ക് വിഷമമില്ല, പറഞ്ഞു വിടാൻ അവർ പറഞ്ഞ കാരണമാണ് എന്നെ വിഷമിപ്പിക്കുന്നത്, ഞാൻ തയ്ക്കുന്നതൊന്നും കൊള്ളൂല എന്ന് ഒരുപാട് പരാതികൾ വന്നു. ചിത്തു നീ ഇട്ടിരിക്കുന്ന യൂണിഫോം, നിൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തയ്ച്ചതല്ലേ, അപ്പോഴൊന്നും ഇല്ലാത്ത പരാതി ഇപ്പം എങ്ങനെ വന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, ഈ പണി പോയാൽ പോട്ടെ അച്ഛമ്മേ, നമുക്ക് വേറെ പണി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആരാ പണി തരാനിരിക്കുന്നത്, ഇത് സർക്കാർ ഉദ്യോഗമൊന്നും അല്ലല്ലോ അച്ഛമ്മ, അത് പോട്ടെ, ഞാനല്ലേ ഇരിക്കുന്നത്, അച്ഛമ്മയ്ക്കുള്ള പണി ഞാൻ തരാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിന്നോടിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചില ആശ്വാസം തോന്നുന്നുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും, നമുക്ക് ജീവിക്കാനുള്ള വഴി ദൈവം കാണിച്ചു തരും, എന്തായാലും പണി പോയത് നന്നായി, അച്ഛമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് വേണം, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കും ചിത്തുവും ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതിനൊക്കെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ഇപ്പം അച്ഛമ്മ വിഷമിക്കാതിരിക്കുക, അച്ഛമ്മയ്ക്ക് നല്ലൊരു പണി ഞാൻ തന്നെ കണ്ടുപിടിച്ച് തരാം, ഇപ്പോൾ ഒരു കടുപ്പത്തിലൊരു ചായ കൊണ്ടുതരാം, ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ എന്ന് പറയും. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു ശൂന്യതയാ ചിത്തു ഇപ്പോൾ ഉള്ളതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മയെ വിഷമിച്ചിരിക്കുന്ന ചിത്തിര പിറകിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാട്ടോ ചെയ്യുന്നത്.